അലൈഹി വസല്ലം വ്യാഖ്യാനിച്ച രൂപത്തിലല്ലാതെ വ്യാഖ്യാനിക്കുകയും ചെയ്തിട്ടുള്ളത് അവരാണ് ആദ്യമായി കൊണ്ട് ഇസ്ലാമിൽ തെറ്റിപ്പോയ കക്ഷികൾ. അവർ തെറ്റിപ്പോകുവാനുള്ള കാരണം വിശുദ്ധ ഖുർആൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്ത് മനസ്സിലാക്കിയതുപോലെ മനസ്സിലാക്കിയില്ല എന്ന. ഇനി നോക്കൂ നിങ്ങൾ, മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു അദ്ദേഹം ഒരിക്കൽ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. അദ്ദേഹം ഇരുന്നു കൊണ്ട് ചിന്തിക്കുകയാണ്. ഇബ്രാഹിം തമീമി ആ കാര്യം വിശദീകരിക്കുന്ന ചരിത്രത്തിൽ കാണാം. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ ഒരു സ്ഥലത്ത് ഒറ്റയ്ക്കിരുന്നു കൊണ്ട് ചിന്തിക്കുകയാണ്. അദ്ദേഹം മനസ്സിനോട് ചോദിച്ചു, കൈഫ തഖ്തലിഫു ഹാദിഹിൽ ഉമ്മ, ഈ മുസ്ലിം സമുദായം എങ്ങനെയാണ് ഭിന്നിച്ചു പോവുക? വനബിയുഹാ വാഹിദുൻ വഖിബ്ലതുഹാ വാഹിദ, ഈ മുസ്ലിം സമുദായത്തിൻ്റെ ഒരു നബിയാണല്ലോ ഉള്ളത്, ആ മുസ്ലിം സമുദായത്തിൻ്റെ ഖിബ്ല ഒന്നാണല്ലോ, പിന്നെ എങ്ങനെയാണ് മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആളുകൾ ഭിന്നിച്ചു പോവുക, എങ്ങനെയാണ് അവർ തെറ്റിപ്പോവുക എന്ന് മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ചിന്തിച്ചു. അദ്ദേഹത്തിന് ഒരു എത്തും പിടിയും കിട്ടുന്നില്ല, അദ്ദേഹത്തിന് ഒരു ഉത്തരം കൃത്യമായി കൊണ്ട് മനസ്സിലാകുന്നില്ല. അങ്ങനെ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹുവിൻ്റെ അടുക്കിലേക്ക് അദ്ദേഹം ആളെ പറഞ്ഞയച്ചു. അങ്ങനെ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനോട് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, കൈഫ തഖ്തലിഫു ഹാദിഹിൽ ഉമ്മ വനബിയുഹാ വാഹിദുൻ വഖിബ്ലതുഹാ വാഹിദ, ഒരു ഖിബ്ലയായ ഒരു പ്രവാചകനെ അംഗീകരിക്കുന്ന ഈ മുസ്ലിം സമുദായം പിന്നെ എങ്ങനെയാണ് ഭിന്നിച്ചു പോവുക എന്ന് അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനോട് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ചോദിച്ചു. അപ്പോൾ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് കൊടുത്ത മറുപടി അദ്ദേഹം പറഞ്ഞു, ഇന്നാ ഉൻസില അലൈനൽ ഖുർആൻ ഫഖറഅനാഹു, അല്ലേ ഉമറെ, നമ്മുടെ മേലാണ് ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളത്, അഥവാ വിശുദ്ധ ഖുർആനിൻ്റെ അവതരണത്തിന് സാക്ഷികളായ ആളുകളാണ് നമ്മൾ. വഅലിംനാ ഫീമാ നസല, ഏതൊരു വിഷയത്തിലാണ് ആ ഖുർആനിൻ്റെ ഇന്ന ആയത്തിറങ്ങിയിട്ടുള്ളത് നമുക്ക് കൃത്യമായി കൊണ്ട് നമുക്കറിയാം. എന്നാൽ വഇന്നഹു സയകൂനു ബഅദനാ അഖ്വാമുൻ, നമുക്ക് ശേഷം അഥവാ സഹാബികളുടെ കാലശേഷം ഇനി ഒരു സമുദായം ഈ മുസ്ലിം ഉമ്മത്തിൽ വരാനുണ്ട്. യഖ്റഊനൽ ഖുർആൻ, അവർ ഖുർആൻ ഓതും അതുപോലെ തന്നെ ഖുർആൻ അവർ മനസ്സിലാക്കും. വലാ യദ്റൂന ഫീമാ നസല, ഏത് വിഷയത്തിലാണ് ഈ ആയത്തിറങ്ങിയത് എന്നവർക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയില്ല, എന്നവർക്കറിയുകയില്ല. അങ്ങനെ ഫയകൂനു ലഹും ഫീഹി റഅയുൻ, അവർക്ക് ആ വിഷയത്തിൽ ഒരു അഭിപ്രായമുണ്ടാകും, അവർ എന്തെങ്കിലും ഒരു വ്യാഖ്യാനം ഈ ആയത്തിന് കൊടുക്കും. ഫൈദാ കാന ലഹും ഫീഹി റഅയുൻ ഇഖ്തലഫു, അങ്ങനെ അവർക്ക് തോന്നിയ വ്യാഖ്യാനം ഈ ആയത്തിന് അവർ കൊടുത്താൽ അവർക്കിടയിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാകും. ഫൈദ ഇഖ്തലഫു ഇഖ്തതലു, അവർക്കിടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ വന്നാൽ അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും യുദ്ധം ചെയ്യാൻ തുനിയുമെന്ന് അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു വിശദീകരിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ നോക്കൂ നിങ്ങൾ, മുസ്ലിം സമുദായത്തിൻ്റെ അഭിപ്രായ വ്യത്യാസങ്ങളുടെ മൂലകാരണം ഇസ്ലാമിക പ്രമാണങ്ങൾ സ്വീകരിക്കുന്ന വിഷയത്തിലാണ്. ഇനി ചില ഉദാഹരണങ്ങൾ ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെക്കാം. മുസ്ലിം സമുദായത്തിൽ ഇന്ന് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന നിരവധി സംഘടനകളുണ്ട്. ഞാൻ സംഘടന പേര് പറയാൻ ഉദ്ദേശിക്കുന്നില്ല. അവർ പ്രമാണങ്ങൾ സ്വീകരിക്കുന്ന വിഷയത്തിൽ തെറ്റിപ്പോയതാണ്. ഈ മുസ്ലിം സമുദായത്തിൽ ഭിന്നിപ്പുകളും അതുപോലെ തന്നെ ഗ്രൂപ്പുകളും വേറെ വേറെ ആയി പോകുവാനുള്ള കാരണം സഹാബത്തും അതുപോലെ തന്നെ സലഫു സ്വാലിഹികളായ ആളുകളും വിശുദ്ധ ഖുർആനിനെ എങ്ങനെ മനസ്സിലാക്കിയോ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്ത് ഹദീസുകളെ എങ്ങനെ വിശദീകരിച്ചോ അങ്ങനെ വിശദീകരിച്ചിരുന്നുവെങ്കിൽ ഒരു അഭിപ്രായ വ്യത്യാസവും മുസ്ലിം സമുദായത്തിൽ ഉണ്ടാകുമായിരുന്നില്ല. ഉദാഹരണമായിക്കൊണ്ട് നിങ്ങൾ പരിശോധിച്ച് നോക്കൂ. നമ്മുടെ നാടുകളിൽ സാധാരണയായിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുവാൻ വേണ്ടി ഉദ്ധരിക്കപ്പെടുന്ന ഒരു ആയത്താണല്ലോ വസ്അൽ മൻ അർസൽനാ മിൻ ഖബ്ലിക മിർ റസൂലിനാ അജഅൽനാ മിൻ ദൂനി റഹ്മാനി ആലിഹത്തൻ യുഅബദൂൻ എന്ന സൂറത്ത് സുഖ്റഫിൽ 45-ാമത്തെ ആയത്ത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാത്തവരോട് വിളിച്ച് പ്രാർത്ഥിക്കുവാൻ വേണ്ടി സാധാരണയായിക്കൊണ്ട് ഉദ്ധരിക്കപ്പെടുന്ന ആയത്തുകളാണിത്. സഹോദരങ്ങളെ, മനസ്സ് തുറന്നുകൊണ്ട് നമ്മൾ ആലോചിക്കുക, ഈ ആയത്തിന് സഹാബത്ത് എന്ത് വിശദീകരണം കൊടുത്തു? അതാണല്ലോ നമ്മൾ ആദ്യമായി കൊണ്ട് മനസ്സിലാക്കേണ്ടത്. സഹാബത്ത് ഈ ആയത്തിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുവാൻ നമുക്ക് ഈ ആയത്തിൽ അനുവാദമുണ്ട് എന്ന് സഹാബത്ത് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ ശരിയാണ്, നമുക്കും അങ്ങനെ മനസ്സിലാക്കാം. പക്ഷേ സഹാബത്ത് അങ്ങനെയല്ല മനസ്സിലാക്കിയിട്ടുള്ളത്. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് രേഖപ്പെടുത്തുകയാണ്, വസ്അൽ മൻ അർസൽനാ മിൻ ഖബ്ലിക മിർ റസൂലിനാ എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് സഹാബത്തിന്റെ മനസ്സിലാക്കി. സഹാബികളുടെ കൂട്ടത്തിൽ ഖുർആൻ പണ്ഡിതൻ എന്നറിയപ്പെടുന്ന അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് രേഖപ്പെടുത്തുകയാണ്, അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തുകയാണ്, വസ്അലിൽ ലദീന അർസൽനാ ഇലൈഹിം ഖബ്ലക റുസുലനാ, നമ്മൾ പ്രവാചകരെ താങ്കൾക്ക് മുമ്പ് പ്രവാചകന്മാരെ അയച്ചിട്ടുള്ള ആ സമുദായത്തോട് നിങ്ങൾ ചോദിച്ചു നോക്കണം
എന്ത് ചോദിച്ചു നോക്കണം? അജഅൽനാ മിൻ ദൂനി റഹ്മാനി ആലിഹത്തൻ യുഅബദൂൻ, അള്ളാഹുവിന് പുറമെ വേറെ ഇലാഹുകളെ എങ്ങാനും ആരാധിക്കപ്പെടുവാൻ അവർക്ക് നിശ്ചയിച്ചു കൊടുത്തിരുന്നോ എന്ന കാര്യം ആ സമുദായത്തോട് നിങ്ങൾ ചോദിച്ചു നോക്കണം. അതല്ലാതെ പ്രവാചകന്മാരോട് നിങ്ങൾ ഇസ്തിആസ നടത്തിക്കോ എന്നല്ല ഈ ആയത്തിൽ നിന്ന് സഹാബത്ത് മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പോൾ സഹാബത്ത് മനസ്സിലാക്കാത്ത ഒരർത്ഥം നമ്മുടെ സമൂഹത്തിൽപ്പെട്ട ചില ആളുകൾ മനസ്സിലാക്കിയപ്പോൾ അവൾ ഇസ്ലാമിന്റെ മാർഗത്തിൽ തെറ്റിപ്പോയി. അതുപോലെ തന്നെ സഹോദരങ്ങളെ, വേറെ ഒരായത്ത് നിങ്ങൾ എടുത്ത് പരിശോധിച്ച് നോക്കൂ. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മതനിയമങ്ങൾ ഇല്ലാത്ത അഥവാ ഇസ്ലാമിക ശരീഅത്ത് നിലവിലില്ലാത്ത സ്ഥലങ്ങളിൽ ഇസ്ലാമികമല്ലാത്ത കോടതികളെ സമീപിക്കുന്നത് ഹറാമാണെന്ന് ഫത്വ കൊടുക്കുവാൻ വേണ്ടി ചില ആളുകൾ സാധാരണയായി ഓതിക്കൊണ്ടിരിക്കുന്ന ആയത്താണ് അലം തറ ഇലല്ലദീന യസ്ഉമൂന അന്നഹും ആമനു ബിമാ ഉൻസില ഇലൈക വമാ ഉൻസില മിൻ ഖബലിക യുരീദൂന അൻ യതഹാകമു ഇല താഊതി എന്ന് പറയുന്ന സൂറത്തുൻ നിസായിലെ 60-ാമത്തെ ആയത്ത്. അഥവാ താഊത്തിന്റെ അടുക്കിലേക്ക് വിധി തേടി പോകുവാനാണ് അവർ ഉദ്ദേശിക്കുന്നത് എന്ന് അവർ ആയത്തോതുകയും എന്നിട്ട് താഊത്തിന് അവർക്ക് തോന്നിയ രൂപത്തിൽ ഒരർത്ഥം കൊടുക്കുകയും ചെയ്യും. സഹോദരങ്ങളെ, സഹാബത്ത് ഇവിടെ എന്താണ് താഊത്തിന് അർത്ഥം കൊടുത്തിട്ടുള്ളത്? അത് കൃത്യമായി കൊണ്ട് ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം. കാനത്ത് തവാഅയ്തു, ജാബിർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, കാനത്ത് തവാഅയ്തു ലത്തി യതഹാകമൂന ഇലൈഹാ ഫി ജുഹൈന വാഹിദുൻ വഫി അസ്ലം വാഹിദുൻ. ഓരോരോ ഗോത്രങ്ങളിൽ ഉണ്ടായിരുന്ന ജ്യോത്സ്യന്മാരും അതുപോലെ തന്നെ അവിടെ പ്രതിഷ്ഠിക്കപ്പെട്ടിരുന്ന വിഗ്രഹങ്ങളുമാണ് അവിടെ താഊത്തുകൾ എന്ന് പറഞ്ഞത് കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്. അതല്ലാതെ ഇസ്ലാമിക ശരീഅത്ത് നിലവിലില്ലാത്ത ഒരു രാജ്യത്ത് ഒരു കോടതിയെ സമീപിക്കുന്നതിന് ഈ ആയത്ത് എതിരാണെന്ന് സഹാബത്ത് മനസ്സിലാക്കിയിട്ടില്ല. സഹാബത്ത് മനസ്സിലാക്കാത്ത ഒരർത്ഥം മുസ്ലിം സമൂഹത്തിൽപ്പെട്ട ചില ആളുകൾ മനസ്സിലാക്കിയപ്പോൾ അവർ ഇസ്ലാമിക സമൂഹത്തിൽ തെറ്റിപ്പോയി. അതുപോലെ തന്നെ കൃത്യമായി കൊണ്ട് നമ്മൾ മനസ്സിലാക്കണം, ലാ തുഹർരിക് ബിഹി ലിസാനക ലിതഅജല ബിഹി എന്ന സൂറത്തുൽ ഖിയാമയിലെ ഒരായത്ത്. ആ ആയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇറങ്ങിയ സന്ദർഭത്തിൽ വഹി ഇറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ പ്രവാചകൻ അത് പെട്ടെന്ന് മനഃപ്പാടമാക്കുവാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ നാവിനെ പെട്ടെന്ന് ചലിപ്പിച്ചിരുന്നു, അത് ഹൃദ്യസ്ഥമാക്കുവാൻ വേണ്ടി. ഇതാണ് ആ ആയത്തിൻ്റെ യഥാർത്ഥ വശമെന്ന് അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു വിശദീകരിച്ചിട്ടുണ്ട്. എന്നാൽ മുസ്ലിം സമൂഹത്തിൽപ്പെട്ട ഹദീസ് നിഷേധികളായിട്ടുള്ള ആളുകൾ പറഞ്ഞു അവിടെ ആ അർത്ഥമല്ല ഉദ്ദേശിക്കപ്പെടുന്നത്, മറിച്ച് ഖിയാമത്ത് നാളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന്മാരെ വിചാരണ ചെയ്യുന്ന സന്ദർഭത്തിൽ അവനോട് ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അവന് കൃത്യമായി കൊണ്ട് മറുപടി പറയാൻ സാധിക്കാതെ അവിടെ ഉരുളുന്ന സന്ദർഭത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവനോട് പറയുന്ന വാചകമാണിത് എന്ന് പറഞ്ഞുകൊണ്ട് സഹാബത്ത് മനസ്സിലാക്കാത്ത അർത്ഥം കൃത്യമായി കൊണ്ട് അവർ അവിടെ കൊടുക്കുകയാണ്. സഹോദരങ്ങളെ, ഞാൻ ഈ 3 ഉദാഹരണങ്ങൾ നിങ്ങളുടെ മുമ്പിൽ വെച്ചിട്ടുള്ളത് ഈ 3 ആയത്തുകൾക്കും സഹാബത്ത് കൊടുത്ത വിശദീകരണങ്ങൾ ഇസ്ലാമിക പ്രമാണങ്ങളിൽ നമുക്ക് കാണാം. ഈ പ്രമാണങ്ങളിൽ നിന്ന് തെറ്റിക്കൊണ്ട് വിശദീകരണങ്ങൾ കൊടുത്തപ്പോഴാണ് ഈ സമൂഹത്തിൽ ഭിന്നിപ്പുകളും അതുപോലെ തന്നെ ഈ സമൂഹത്തിൽ പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഉടലെടുത്തിട്ടുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഞാൻ സൂചിപ്പിച്ചല്ലോ, ഇസ്ലാമിക പ്രമാണങ്ങളോട് നമ്മൾ സ്വീകരിക്കേണ്ട 2ാമത്തെ നിലപാടെന്താണ്? പ്രമാണങ്ങളിൽ ഒരു കാര്യം സ്ഥിരപ്പെട്ടു വന്നിട്ടുണ്ടെങ്കിൽ വിശുദ്ധ ഖുർആനിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹീഹായ ഹദീസുകളിലും ഒരു കാര്യം സ്ഥിരപ്പെട്ടു വന്നാൽ അത് നമ്മുടെ ബുദ്ധിക്ക് യോജിച്ചാലും ഇല്ലെങ്കിലും അതിനെ അംഗീകരിക്കുക എന്നുള്ളതാണ് സലഫു സാലിഹികളായ ആളുകൾ പ്രമാണങ്ങളോട് സ്വീകരിച്ചിരിക്കുന്ന നിലപാട് എന്ന് കൃത്യമായി കൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ഇന്ന് ചില ആളുകൾക്ക് എന്തെങ്കിലും ഒരു ഹദീസ് കേട്ടാൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഹദീസ് നമ്മളെ പറഞ്ഞു കൊടുത്താൽ അത് എൻ്റെ ബുദ്ധിക്ക് യോജിക്കുന്നില്ല, അത് ഞാൻ അംഗീകരിക്കുകയില്ല എന്ന ഒരു സംസാരം മുസ്ലിം സമൂഹത്തിൽപ്പെട്ട ചില ആളുകൾ ഇന്ന് കേട്ടുകൊണ്ടിരിക്കുന്നു. സഹോദരങ്ങളെ, പാടില്ലാത്തതാണ്. സലഫു സ്വാലിഹികളായ ആളുകളുടെ മാർഗം കൃത്യമായി കൊണ്ട് നമുക്ക് കാണാം. ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹി ഇത് വിശദീകരിക്കുകയാണ്. സലഫു സ്വാലിഹികളായ ആളുകൾ ലം യകുൻ അഹദും മിൻഹും യുആരിദു നുസൂസ ബിമഅഖൂലിഹി, അവൻ്റെ ബുദ്ധി കൊണ്ട് ഒരിക്കലും അവൻ പ്രമാണങ്ങളെ തള്ളിക്കളയുന്നവരല്ല. ഒരു ഹദീസ് കേട്ടാൽ ആ ഹദീസ് തൻ്റെ ബുദ്ധിക്ക് യോജിച്ചാലും ഇല്ലെങ്കിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസാണോ അത് സ്വീകരിക്കാൻ ഞാൻ ബാധ്യസ്ഥനാണ് എന്ന രൂപത്തിലുള്ള ഒരു സമീപനമാണ് നമ്മുടെ മുൻഗാമികളായ സലഫു സ്വാലിഹികളിൽ ഉണ്ടായിട്ടുള്ളത്. നോക്കൂ നിങ്ങൾ,
മഹാനായ അബൂബക്കർ റളിയല്ലാഹുവിന് സുദ്ദീഖ് എന്ന പേര് കിട്ടുവാനുള്ള ചരിത്രം നമുക്കറിയാമല്ലോ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മിഅ്റാജിന് പോയി തിരിച്ചു വന്നു. ആ വിവരം മുശ്രിക്കുകളായ ആളുകളോട് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അവർ പ്രവാചകനെ പരിഹസിക്കാൻ തുടങ്ങി. ഒരു രാത്രി കൊണ്ട് മക്കയിൽ നിന്ന് ബൈത്തുൽ മുഖദ്ദസിലേക്ക് പോയി, അവിടെ നിന്ന് 7 ആകാശത്തിനപ്പുറത്തേക്ക് പോയി, അവിടെ നിന്ന് വീണ്ടും ഭൂമിയിലേക്ക്